വേതന വർധന ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച ചർച്ച അല്പസമയത്തിനകം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 53 ദിവസം പിന്നിടുമ്പോഴാണ് മൂന്നാം വട്ട മന്ത്രിതല ചർച്ച. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റ് ട്രേഡ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനും ഒപ്പം എസ് ശ്രീകാന്തും ചേരുന്നുണ്ട്. ആദ്യം ഉമേഷിലേക്കാണ്. ഉമേഷ്, ഗുഡ് ഈവനിംഗ്. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആശാ വർക്കേഴ്സ് എല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ ഉമേഷ്? ഗുഡ് ഈവനിങ്. എന്തായാലും പ്രതീക്ഷകളാണ് ഏറ്റവും സുപ്രധാനം. കാരണം ഇത് മൂന്നാം വട്ട ചർച്ചയാണ്. മൂന്നാം തവണ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മറ്റ് ട്രേഡ് യൂണിയനുകളെയും, അതായത് CITU, INTUC, BMS അടക്കമുള്ള ട്രേഡ് യൂണിയനുകളുടെ പ്രതിനിധികളെ കൂടി ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ട്രേഡ് യൂണിയനുകളും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്ന് ആരോഗ്യമന്ത്രി ഇവിടെ അറിയിക്കും. സ്വാഭാവികമായി ഇൻസെൻറ്റീവ് അടക്കം വർദ്ധിപ്പിക്കുന്നതിൽ ഉറപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കും. ഒപ്പം ഓണറേറിയത്തിൽ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പരിമിതി അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വാദമായി ഉന്നയിക്കും. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് കേരള ഹെൽത്ത് ആശാ വർക്കേഴ്സ് അസോസിയേഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഓണറേറിയം വർധനവ് തന്നെയാണ്. ഓണറേറിയം ഇപ്പോൾ ലഭിക്കുന്ന 7000 രൂപ എന്നുള്ളത് 21,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൂടാതെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക, വിരമിക്കൽ പ്രായം അത് 62 എന്നുള്ളത് 65ലേക്ക് മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ, നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ന് ചർച്ചയിൽ മറ്റ് 2 പ്രധാന ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ഇതുവരെ സമരം നടത്തിയവർക്കെതിരെ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടെല്ലാമാണ് ഈ കേസുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുകളെല്ലാം പിൻവലിക്കണം. ഒപ്പം ഈ സമരം നടത്തിയ ആശാ വർക്കേഴ്സിനെതിരെ ഒരു പ്രതികാര നടപടി, അതായത് തിരികെ അവർ ജോലിക്ക് പ്രവേശിച്ചാൽ തന്നെ അവർക്ക് മറ്റൊരു പ്രതികാര നടപടിയും ഉണ്ടായില്ല എന്നുള്ള ഉറപ്പ് ആരോഗ്യമന്ത്രി നൽകണം. ഈ 2 ആവശ്യങ്ങൾ കൂടി, നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്ക് പുറമെയാണ് ഈ 2 ആവശ്യങ്ങൾ കൂടി ഇന്നത്തെ ചർച്ചയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പ്രധാന ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഓണറേറിയം വർധന തന്നെയാണ്. അത് ഏത് രീതിയിൽ ആരോഗ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ വേണമെങ്കിൽ ധനമന്ത്രിയുമായെല്ലാം ആശയവിനിമയം നടത്തി ഒരു ഉറപ്പ് അവർക്ക് നൽകാവുന്നതാണ്. എന്തായാലും സെക്രട്ടറിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് തങ്ങൾക്ക് ഉറപ്പ് മാത്രം പോരാ, അത് ഉത്തരവായി കൈ കിട്ടണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ CITUവുമായി ബന്ധപ്പെട്ട് അവർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നില്ല. INTUCയും അത്തരത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് നിർബന്ധമായി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തുതയെ നിലനിൽക്കുന്നുണ്ട്. BMS പക്ഷേ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അവർക്ക് ഡിമാൻഡായി ഉണ്ട്. ഏത് രീതിയിൽ ചർച്ച മുന്നോട്ട് പോകുമെന്നുള്ളത് ഏറ്റവും നിർണായകം തന്നെയാണ്. എന്തായാലും പ്രതീക്ഷ തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. കാരണം 3 തവണ ആരോഗ്യമന്ത്രി ചർച്ച നടത്തി. 3 തവണയും ഈ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾ നടന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന പരാതി. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചർച്ചയിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വേതന വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീനിത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി സമരപ്പന്തലിൽ നിന്ന് ശ്രീകാന്ത് കൂടി ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം ആദ്യമായാണ് ഈ സമരത്തിനിടെ അവരുടെയൊക്കെ മുഖങ്ങളിൽ ഒരു ചിരി കണ്ടത്. അപ്പോൾ ആ ചിരി ഒരു പ്രതീക്ഷയുടെ ചിരിയാണ്. ഇപ്പോൾ ഈ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ, ചർച്ച നടക്കാനിരിക്കെ എന്താണ് സമരപ്പന്തലിൽ നിന്നുള്ള കാഴ്ചകൾ? കൃഷ്ണ, മറ്റ് സമരങ്ങൾ, ഒരുപാട് സമരങ്ങൾ കണ്ട വേദിയാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ആശാ സമരത്തിനുള്ള പ്രത്യേകത, ഇതിനെ മനുഷ്യത്വപരമായി സമീപിക്കേണ്ട വിഷയം കൂടിയുണ്ട്. കാരണം ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ സമരവുമായി എത്തിയിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകിയവർ ചർച്ചയ്ക്കായി പോയിട്ടുണ്ട്. 7 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അതെല്ലാ മാസവും ആദ്യത്തെ 5 ദിവസത്തിനുള്ളിൽ നൽകുക. 2025 മാർച്ച് 12 ഉത്തരവിൽ ഓണറേറിയത്തിന് ഇൻസെന്റീവിലൂടെ പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയ നടപടി പിൻവലിക്കുക. റിട്ടയർമെന്റ് ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക. റിട്ടയർമെന്റ് പ്രായം 62 നിശ്ചയിച്ച 2022 മാർച്ച് 2 ഉത്തരവ് പിൻവലിക്കുക. റിട്ടയർമെന്റ് പ്രായം 65 നിശ്ചയിക്കുക. വിരമിക്കുന്നവർക്ക് പെൻഷൻ ഏർപ്പെടുത്തുക. സമരവുമായി ബന്ധപ്പെട്ട് ഈ ആശാ ഭാരവാഹികൾക്കും വർക്കർമാർക്കും സമരത്തെ പിന്തുണച്ചവർക്കുമെതിരെ കേസെടുത്തിരുന്നു, അത് പിൻവലിക്കണം. സമരവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികാര നടപടിയും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇതൊക്കെയായിരുന്നു ആവശ്യങ്ങളായി മുന്നോട്ട് വന്നത്. നമുക്കൊന്ന് ഈ ആശാ സമരം നടത്തുന്ന ആളുകളോട് അവരുടെ പ്രതീക്ഷകൾ ചോദിച്ചു പോകാം. ഇതിപ്പോ അകത്ത് ചർച്ച നടക്കുകയാണ്, എന്താണ് അതിന്റെ ഒരു പ്രതീക്ഷയായിട്ടുള്ളത്? വലിയ പ്രതീക്ഷയിലുണ്ടോ? പ്രതീക്ഷയുണ്ട്, ചർച്ച വിജയത്തിലെത്തും.
നമ്മളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ എല്ലാം തന്നെ ചർച്ച പരാജയപ്പെട്ടിരുന്നു, മന്ത്രിതല ചർച്ചകൾ അടക്കം പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പുതിയ ചർച്ചയിലേക്ക് പോകുന്നത്. അതെ, കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു, പക്ഷേ ഈ തവണ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. കൃഷ്ണ, അങ്ങനെ എന്തായാലും ഈ ആശാ സമരവേദിയിൽ കൂടുതൽ ആളുകൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ഉദ്യോഗസ്ഥരുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടു, മന്ത്രിതല ചർച്ച 2 തവണ പരാജയപ്പെട്ടു. വീണ്ടും ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷയിൽ തന്നെയാണോ? പ്രതീക്ഷയിലാണ്. പ്രതീക്ഷ തെറ്റിച്ചാല് നമ്മൾ ഇനിയും സമരം ചെയ്യും. കിട്ടുന്നത് വരെ, ഇത് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത് വരെ സമരം നമ്മൾ ചെയ്യും. കൃഷ്ണ, ഇതാണ് മുൻപ് ഈ സമരവേദിയിൽ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിന് തിരിച്ചടിയേറ്റാൽ സമരവുമായി മുന്നോട്ട് പോകും, സമരം ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ആശാ വർക്കേഴ്സ് ഇപ്പോഴും പറയുന്നത്.